എന്താണ് പേര്? എൻ്റെ പേര് സുരേഷ്. എന്താണ് ഇവിടെ ഉണ്ടായ സംഭവം ശരിക്കും? സജീവൻ കുരിയച്ചിറയും ബാബു കല്ലൂരും ഞാനടക്കം 3 പേര് DCCയുടെ കൂലിപ്പടിയുടെ സൈഡിൽ നിൽക്കുമ്പോഴാണ് DCC പ്രസിഡൻറ്റും മറ്റു കുറച്ച് പ്രവർത്തകരും കൂടി മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളാണ് ഇവിടെ പോസ്റ്റർ ഒട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് കടക്കട പുറത്തുനിന്ന് പറഞ്ഞ് സജീവൻ കുരിയച്ചിറയെ തള്ളുകയും അന്നയും പിടിച്ച് അപ്പുറത്തേക്ക് ഇടാൻ നോക്കി. പിന്നെ കൂടുതലവരെ സജീവൻ കുരിയച്ചിറ തല്ലുമുണ്ട്. എന്താണ് നിങ്ങളോട് ഇങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചെന്ന് പറയാൻ കാരണം അവർക്ക് എന്തെങ്കിലും തെളിവുണ്ട്? ഞങ്ങൾ പറഞ്ഞത് 3 ക്യാമറ ഉണ്ട് DCCക്ക്. ആ 3 ക്യാമറ ചെക്ക് ചെയ്യും. 3 ക്യാമറ അല്ലാണ്ട് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ക്യാമറകളുണ്ട്. അത് ചെക്ക് ചെയ്യാൻ ആൾ തയ്യാറല്ല. അപ്പോൾ മനഃപൂർവ്വം സജീവൻ കുരിയച്ചിറനെ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ ഒരുമിച്ച് അവർ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു. എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടാവും? ഒരു അരമണിക്കൂർ മുന്നേ, ഒരു 3/4 മണിക്കൂർ എൻ്റെ ഏകദേശം. ഈ സംഘർഷം തുറക്കുന്നു നിങ്ങളോട് ഇത്തരത്തിൽ അദ്ദേഹം തട്ടിക്കയറുന്നു. ഈ തട്ടിക്കയറുന്നതിന് മുമ്പ് മുകളിലുണ്ടായിരുന്നു DCC പ്രസിഡന്റും അദ്ദേഹത്തെ ഒപ്പം ഉണ്ടായിരുന്നു. പ്രസിഡന്റ് നേരിട്ട് വന്നിട്ടാണ് ഇത് സംഭവിച്ചത്. ആൾ നേരിട്ട് വരാണ്ടായത്. അല്ലല്ല, ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നേരിട്ട് വരാനുണ്ടായിരുന്നു. ഓഫീസിന് മുകളിലുണ്ടായിരുന്നു. ആള് ഓഫീസിന് മുകളിലുണ്ടായിരുന്നു. അവർ മുകളിലുണ്ടായിരുന്നു. ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല വരാം. ഓക്കെ, നേരത്തെ കണ്ടുപരിചയമുള്ളവരല്ലേ, പ്രവർത്തകരല്ലേ ഈ കൂടെ ഉണ്ടായിരുന്നവരൊന്നും? അവർ ഒരാൾക്ക് പോസ്റ്റൊന്നുമില്ല, ബാക്കിയുള്ളവർക്ക് പാർട്ടിയിൽ പോസ്റ്റുണ്ട്. പിന്നെ ഒരാൾ ജോലിക്കാരനാണ്. കോൺഗ്രസ് പ്രവർത്തകരാണ് എല്ലാവരും. ഒരു 10-20 പേരിൻ്റെ ഒരു മുകളിൽ. പിന്നെ ഇവിടെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ അവർ കാണിച്ചു തരില്ല എന്തെങ്കിലും. ഇവിടുത്തെ ക്യാമറ വർക്കിംഗ് ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇവര് അതായത് മുകളിലുണ്ടാവാൻ കാരണം എന്തെങ്കിലും ഒരു പ്രത്യേക യോഗം കൂടുക എന്തെങ്കിലും ആയിരുന്നു അവർ? അതറിയില്ല. അത് പറ്റിയിട്ട് ഇവരെ കണ്ടില്ല. ഞങ്ങൾ ഇത്ര നേരം നിന്നിട്ട് ഞങ്ങൾ ഒരു മുകളിൽ കയറി പോകുന്നത് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളിവിടെ 2:30 തൊട്ട് ഞങ്ങളിവിടെ ഉണ്ട്. അല്ല, 2:30 ഉച്ചയ്ക്ക് 2:30 തൊട്ട് ഇവിടെ ഉണ്ട്. അവിടെ ആരും കണ്ടിട്ടില്ല. ഒരു മുകളിലുണ്ട്, അത് ഞങ്ങളും കണ്ടിട്ടില്ല. പ്രസിഡന്റ് മുകളിൽ കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവരിറങ്ങി. പ്രസിഡന്റ് അടക്കം ഇറങ്ങി വന്നിട്ട് സംസാരം ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് എന്താണ്? പിന്നെ ഇറങ്ങിയപ്പോൾ പിന്നെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നു കൂടുതലവരൊക്കെ. പുറത്താക്കാൻ പറഞ്ഞു. ഒരു 3/4 മണിക്കൂറായിട്ട് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങളാകെ 3 പേരുണ്ടായിരുന്നു. 3 പേരും വർദ്ധിച്ചു. അവർ ഒരു 15-16 പേരുണ്ട്. കുറഞ്ഞത് 15 പേരുണ്ട്. എല്ലാവരും കണ്ടുപിടിച്ചുള്ള ആൾക്കാർ. അതെ, ജോസുള്ളവരിനെ അനുകൂലിക്കുന്നവരാണ്. അതെ. മുരളീധരൻ്റെ ഒപ്പം വലങ്കൈയിൽ നിന്നവരാണ് ഇവിടെ വന്ന് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജോസിൻ്റെ കൂടെ നിന്ന് ഇവർ പ്രചാരണ സമയത്ത് മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചവരാണോ? അതെ. ഞങ്ങളിപ്പോൾ ജോസിൻ്റെ കൂടെ നിന്ന് ഞങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞിട്ട് കെ മുരളീധരനെ ഇവർ പരാജയപ്പെടുത്തിയതാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ. കെ മുരളീധരനെ മനഃപൂർവ്വം പരാജയപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ പരാജയപ്പെടുത്തിയതാണെന്ന്. അതെ. മനഃപൂർവ്വം പരാജയപ്പെടുത്തി തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പറയില്ല ഞാൻ രാജിവെക്കാമെന്ന്. ഇപ്പോൾ DCCയുടെ പ്രസിഡന്റ് പെട്ടെന്ന് രാജിവെക്കാമെന്ന് പറയുന്നു. അവർ കൂട്ടം ചേർന്നിട്ട് കുറച്ച് പേര് കൂട്ടം ചേർന്ന് അത് അടുത്ത നിയമസഭയിൽ ഇവർക്ക് മന്ത്രിയാവുന്ന പറയണം. മുരളീധരൻ വന്നാൽ മന്ത്രിസ്ഥാനം പോത്ര. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസാണ്. ആരാന്നറിയില്ല. കൂടുതൽ 3-4 പേരുണ്ട് ഇവർ.